നമുക്ക് ഒരു മനുഷ്യന് ജനാധിപത്യത്തിൽ, അതായത് വിമർശനം ഉയർത്താനുള്ള അവകാശമുള്ള ഒരാൾക്ക് വിമർശിക്കാനുള്ള അവകാശം കിട്ടുന്നുണ്ടോ? ഇപ്പോൾ ഇല്ല. വിമർശിച്ചാൽ അകത്താണ്. ഏതോ ഒരാളൊരു കാർട്ടൂൺ വരച്ച് കേട്ടോ, ആലിബാബായും 41 കള്ളന്മാരും ഉള്ള ഒരു ഇതും വെച്ചിട്ട് ഒരു ബസ്സിൻ്റെ പടവും കൂടെ വരച്ചു വെച്ചു, കാർട്ടൂൺ. അവൻ്റെ പേരിൽ കേസെടുത്തേക്കാണ്. അത് അയാളുടെ ഒരു ആശയമാണ്. അയാൾ ആ ആശയത്തിന് അയാളുടെ പേര് കേസെടുക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടുകേൾവി ഇല്ലാത്ത ഒരു നടപടിയാണ്. ഇത് ആളുകൾക്ക് ആയിക്കൂടെ? ഇവരൊക്കെ എന്താ രാജാക്കന്മാരാണോ? ഇവർ രാജാക്കന്മാരല്ല എന്നും ഇവിടുത്തെ പൊതുജനങ്ങൾ പ്രജകളല്ലെന്നും അവർ തിരിച്ചറിയണം. രാജാക്കന്മാർ എന്നും പ്രജകളും എന്നുള്ള കാലം കഴിഞ്ഞുപോയി. രാജഭരണമല്ല ഇപ്പോൾ ജനാധിപത്യം എന്ന് നമ്മൾ പറയും. ആ പേര് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ ജനാധിപത്യമൊന്നുമില്ല. ഇവിടെ അധിപൻ എന്ന് പറയുന്ന ജനങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും പരമാധികാരി എന്ന് പറയുന്നത്. ഇവരൊക്കെ എന്ന് പറയുന്നതുണ്ടല്ലോ, ജനങ്ങളുടെ ജോലിക്കാരാണ്, വെറും തൊഴിലാളികൾ. ജനങ്ങളുടെ ശമ്പളം കൊടുത്ത് ജനങ്ങൾ ഭരിപ്പിക്കാൻ, അവർ നന്നായിട്ട് ഭരിക്കാൻ ഏർപ്പെടുത്തിയേക്കുന്ന ആളുകളാണ് ഈ ജനങ്ങളെ ഇട്ട് ചവിട്ടിത്തേക്കുന്നത്. വോട്ട് ചോദിക്കുമ്പോൾ ഇവർക്ക് ആർക്കും ഈ മര്യാദകളൊന്നുമില്ലല്ലോ. വോട്ട് ചോദിക്കാൻ വീട്ടിൽ വരുമ്പോൾ മുഴുവൻ പല്ലും കിരിച്ച് കാണിച്ച് ഈ തെണ്ടി വോട്ട് വാങ്ങിക്കും. വോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ എവനെയൊന്ന് ഇതും കഴിഞ്ഞ് ജയിച്ചു പോയാൽ എമന്മാരെ ഒന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? കാണാൻ ഒക്കത്തില്ല. വലിയ പ്രയാസമാണ്. പിന്നെ അതാണ് നമ്മുടെ നാട്ടിൽ. ഇതാണോ ജനാധിപത്യം? ഇതല്ലെന്ന് ഇവരൊക്കെ ഒന്ന് തിരിച്ചറിയണം. ഇത് ഈ രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളുടെ കാര്യം തന്നെ ഞാൻ ഈ പറയുന്നത്. ഈ വോട്ട് തണ്ടാൻ നേരത്ത് ഒരു പ്രശ്നമില്ല, എവിടെ പോകും? ഇതെല്ലാം കഴിഞ്ഞ് ഇത് വാങ്ങിച്ചതിന് ശേഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാജാക്കന്മാരാണ്. അവരെ കാണണമെങ്കിൽ അവർക്ക് മുമ്പിൽ പോലീസും പുറകെ പോലീസും മൂത്രം ഒഴിക്കാൻ പോലീസ്, കൊണ്ടുപോകാൻ പോലീസ്, ഇതൊക്കെ വേണം അവർക്ക്. കാരണം അതുവരെ ജനങ്ങളെ പേടിയില്ല വോട്ട് ചോദിക്കാൻ നേരത്ത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളെ ഭയങ്കര ഭയമാണ് ഇവർക്ക്. ജനങ്ങളിൽ നിന്ന് അകലണം. ഇത് നമ്മൾ കണ്ട ഈ ഒരു നല്ല നായകൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നല്ലോ. ശ്രീ ഉമ്മൻചാണ്ടി ഇതുപോലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നതാണ്. ആ ജനങ്ങളുടെ ഇടയിലോട്ട് തന്നെ ഇറങ്ങിച്ചെന്നതാണ്. അതിനെ അനുകരിക്കുകയാണിത്. അതേതായാലും ആ ആശയം കടമെടുത്തതിന് നല്ലത്. പക്ഷേ ആ ആശയം പ്രാവർത്തികമാക്കേണ്ടത് ഇങ്ങനെയല്ല. നാട്ടുകാരെ മുഴുവൻ. മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ മനസ്സിലാക്കി എന്തെന്നറിയാം. ഒരാൾ ഇവിടെ വന്ന് പരാതി പറഞ്ഞതാണ്. അയാളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാനായിട്ട് 4 തവണയായിട്ട് പഞ്ചായത്ത് നടക്കുന്നത്. അവസാനം ഇത്രാം തീയതി വരണം, അത് അല്ലെങ്കിൽ ഫൈന, അങ്ങനെ പോയി ചെന്നപ്പോൾ എന്താ, അവിടെ ആ പഞ്ചായത്തിൽ ഒരു പിയൂൺ ഒഴിച്ച് ബാക്കി ആരുമില്ല. അവരെല്ലാം ഈ നവകേരള സദസ്സിലാണ്. ഇതേപോലെ എല്ലാ ഗവൺമെൻറ് ഓഫീസുകളും, ഇവിടുത്തെ സ്കൂളുകൾക്ക് മുഴുവൻ അവധി കൊടുത്തല്ലോ. എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലെയും ഉദ്യോഗസ്ഥരെ അവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ പോകണം. അങ്ങനെയാണ് ഈ ആൾ കൂടുന്നത്. അല്ലാതെ ഇത് കാണാൻ ഏതവനാ പോകുന്നത്? ഇത് കാണാൻ ഇങ്ങനെ ആളുകളെ പിടിച്ചവിടെ കൂട്ടുകയാണ്. അത് പോരാതെ വരുമ്പോഴാണ് സ്കൂളിലെ കുട്ടികളെ അടിച്ചു പോയിക്കൊണ്ടിരുന്നത്. ഇതാണ് നവകേരള സദസ്സ്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഇവർ ജനങ്ങൾക്ക് എന്ത് കൊടുക്കാനാണ് ഈ പോകുന്നത്? എന്ത് വാഗ്ദാനങ്ങൾ ഇവർ അതായത് ഭരണ നേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഭരണ നേട്ടം എന്ന് പറയുന്നത് എന്തുവാ? സപ്ലൈകോ പൂട്ടാൻ പോകുന്നതോ? അതാണോ ഭരണ നേട്ടം? സപ്ലൈകോ പാവങ്ങൾ സാധനം വാങ്ങിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. അതോ അവിടെ ഇനി അവർ ഇപ്പോൾ സപ്ലൈകോ ഒന്ന് നന്നാക്കാൻ വേണ്ടി എന്താണെന്നറിയാമോ? അവർക്ക് മദ്യവിൽപ്പനയും കൂടെ കൊടുക്കണമെന്നാണ്. കാരണം ഇവിടെ മദ്യവർജനം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഈ നാട്ടുകാർ മുഴുവൻ കുടിച്ച് നശിക്കുകയാണ്. അന്നേരമാണ് അത് ബിവറേജിൽ പോയി ക്യൂ എങ്കിലും നിൽക്കണം. സപ്ലൈകോയിലാകുമ്പോൾ വളരെ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ സപ്ലൈകോ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി കേട്ടോ അവിടെ ഇതും കൂടെ കൊടുക്കണം എന്നാണ് ഇനി വരാൻ പോകുന്നത്. കൊടുക്കട്ടെ, എല്ലാം നന്നാവട്ടെ. നാട്ടുകാർ കുടിച്ച് നശിച്ച് അങ്ങനെയെങ്കിലും പണം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ആരുടെയും പോക്കറ്റ് കയറിയിട്ട് പണം ഉണ്ടാക്കുന്നതല്ലേ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 1983 മുതലുള്ള ആധാരങ്ങൾ കണക്കെടുക്കുകയാണ്. ഇപ്പോൾ നോക്കിയിട്ട് ഫെയർ വാല്യൂ ഫിക്സ് ചെയ്യാത്ത സ്ഥലങ്ങൾക്കെല്ലാം അത് മുഴുവൻ അണ്ടർ വാല്യുവേഷൻ കാണിച്ച് നോട്ടീസ്, ഫൈന് ഉൾപ്പെടെ നോട്ടീസ് പോയിക്കൊണ്ടിരിക്കുക. ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് റവന്യൂ റിക്കവറി നോട്ടീസ് കൊടുക്കുകയാണ്. ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയാണോ ഇവർ ഭരിക്കുന്നത്, അതോ അവർക്ക് വേണ്ടിയാണോ? ആദ്യം അവരൊന്ന് ചിന്തിക്കണം. എന്നിട്ട് അവരൊന്ന് തിരിച്ചറിയണം. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വൃത്തികേടുകൾ കാണിക്കരുത്. മാത്രമല്ല, ഇവിടെ എന്താ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഒന്നുമില്ല. എന്ത് നേട്ടമാണ് ഇവർ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോകാൻ പോകുന്നത്? നേട്ടം ഉണ്ടെങ്കിൽ ജനങ്ങൾക്കറിയാം നേട്ടം ഉണ്ടാവുമെങ്കിൽ. ഇവർ കൊണ്ട് കൊടുക്കണമെന്നും വേണ്ട.
ഇവർ ചെന്ന് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു. ഇതിപ്പോൾ പത്രപരസ്യമൊക്കെ നമ്മൾ യൂണിയൻ ഗവൺമെൻറ്റിൽ നിന്നും കാണുന്ന തന്നെയാണ് ഇത്രയും കേട്ടോ. 33 കോടി പാവങ്ങളെ പണക്കാരാക്കി എന്നുള്ളതാണ് പരസ്യം. ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുന്ന 33 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കെന്തുവന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ എത്ര കല്ലുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണക്കങ്ങ് പറയുക, അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഈ 33 കോടി ജനങ്ങളെ, അതായത് പാവങ്ങളെ എല്ലാം അവരെ പട്ടിണി മാറ്റി എല്ലാം റെഡിയാക്കിയെന്നാണ്. റെഡിയാക്കിയതാ നമ്മൾ കാണുന്നത്. തെരുവോരങ്ങളിൽ ഇവിടെ കാണുന്നത് റെഡിയാക്കിയ ആളുകളെ നമുക്ക് കാണാം. ചേരിയിലേക്ക് എന്നൊക്കെ ആളുകളെ ഒഴിപ്പിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ് പലപ്പോഴും. ആരെങ്കിലും മറ്റ് വിദേശ ഭരണത്തലവന്മാർ വരുമ്പോൾ ഇത് അവിടെ അവരെ അങ്ങ് മറയ്ക്കും, അല്ലെങ്കിൽ അവിടെ വലിയ മതിൽ കെട്ടും എന്ന് വെച്ചാൽ അവരെ കാണാതിരിക്കായി കേട്ടോ. ഇത് നമ്മൾ ഈ ഒട്ടകപ്പക്ഷി ചെയ്യുന്ന പോലെ ഉള്ളൂ. ഒട്ടകപ്പക്ഷിയെ ആക്രമിക്കാൻ പോകുമ്പോൾ ഒട്ടകപ്പക്ഷി ചെയ്യുന്ന പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മണലിനകത്ത് തലയങ്ങ് പൂഴ്ത്തും എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമല്ല, അതിന് കാണാൻ പറ്റുന്നില്ലല്ലോ പിന്നെ. അപ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്ന പണിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണോ ഈ ഭരണനേട്ടങ്ങളാണോ ജനങ്ങളിൽ കൊണ്ടെത്തിക്കണം പോകുന്നവർ? എന്തോ ഭരണനേട്ടമാണ്? ഞങ്ങൾ തൊഴിൽ എല്ലാവർക്കും കൊടുക്കുന്നു. ആർക്കാണ്? SFIയിലും DYFIയിലും ഉള്ളവർക്ക് ബാക്ക്ഡോർ അപ്പോയിൻമെൻറ്റ്സ് കൊടുക്കുന്നു. അതാണോ ഭരണനേട്ടം? എത്ര പേർക്ക് അല്ലാത്ത എത്ര പേർക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയട്ടെ. ഭരണനേട്ടം ഇതാണോ? ഇവിടെ ആത്മഹത്യകൾ പെരുകുന്നു, കർഷകർ ആത്മഹത്യ ചെയ്യുന്നു, അത് ഭരണനേട്ടമാണോ? ഒന്നുമല്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇതിപ്പോൾ ഈ സദസ്സ് കാരണം ഇവിടെ ഒരു നിവൃത്തിയില്ല. ജനങ്ങൾ വളരെ കഷ്ടപ്പെടുകയാണ്. എങ്ങനെയെങ്കിലും ഈ തൊല്ലൊന്ന് അവസാനിച്ചാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വയ്യ, റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ വയ്യ, ഒരു നിവൃത്തിയില്ല. ഇവർ ഇറങ്ങി നടന്നേക്കാണ് കേട്ടോ. ഇതുപോലെ നടക്കത്തില്ല. നടക്കാതിരിക്കാൻ വേണ്ടി എന്തെന്നറിയോ, ഇവർക്ക് നടക്കാൻ പറ്റില്ലല്ലോ. മന്ത്രിമാരില്ലേ, അവർ നടന്നുകൂടാ, അവർക്ക് നടക്കാൻ ഒക്കത്തില്ല. അത് കാരണം നേരെ എവിടെയെങ്കിലും മതിലുണ്ടെങ്കിൽ അതങ്ങ് പൊളിക്കും. അതിലങ്ങോട്ട് പൊളിച്ചിട്ടാണ് ഈ ബസ് കയറ്റണം. ഇതാ വേണ്ടി. ഈ കോമാളിത്തരം, യഥാർത്ഥത്തിൽ ഇത് കോമാളിത്തരമല്ലാതെ എന്താണ് ഇതിന് പറയുന്നത് നമുക്ക്?